Hi friends, it's Dr. Anugraha here. I happened to see an interview of Deepa Ishwar where 3-4 women sit and talk along with her about womanhood, about feminism, about men. അപ്പോൾ അതിനകത്ത് എനിക്ക് അതിൽ പറഞ്ഞ പല കാര്യങ്ങളോടും ആസ് എ വിമൻ എനിക്ക് യോജിപ്പില്ല. അതിൽ ഒരു കാര്യമെങ്കിലും എനിക്ക് എൻ്റെ അഭിപ്രായം പറയണമെന്ന് തോന്നി. അതിനകത്ത് ആൾ പറയുന്നുണ്ട്, സ്ത്രീകൾ ദേ ഷുഡ് ബി കോൺഷ്യസ് അബൌട്ട് വാട്ട് ദേ ആർ വെയറിങ്, ഇൻ ദ സെൻസ് മൊത്തം കവർ ചെയ്തിട്ട് വേണം പുറത്തിറങ്ങാൻ. അല്ല എങ്കിൽ പുരുഷന്മാർ മോശമായി പെരുമാറിയാൽ അതിലൊരു പങ്ക്, ആ തെറ്റിൻ്റെ പങ്ക് സ്ത്രീകൾക്കും ഉണ്ട് എന്ന് പറഞ്ഞാൽ അവരുടെ ക്ലോത്തിങ് ആണ് പ്രശ്നം എന്ന് വേണമെങ്കിൽ നമുക്കൊരു അവർ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ്സിൽ നിന്ന് നമുക്കൊരു ഒരു കാര്യം നമുക്ക് അവരെന്താ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ, സ്ത്രീകളുടെ വസ്ത്രധാരണ വളരെ മൂടി കെട്ടി നടക്കണം, അല്ലെങ്കിൽ ആണുങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നടക്കണം എന്ന് പറഞ്ഞാൽ അവരെ റോസ് ചെയ്യിപ്പിക്കുന്ന രീതിയിൽ നടക്കാൻ പാടില്ല എന്നുള്ളൊരു രീതിയാണ് എനിക്ക് തോന്നിയത്. സി ഇറ്റ് ഈസ് 2026. അപ്പോൾ ക്രോപ്പ് ടോപ്പ് ഇടണോ, അല്ലെങ്കിൽ സ്ലീവ്ലെസ് ഇടണോ, അല്ലെങ്കിൽ ഷോർട്ട്സ് ഇടണോ എന്നൊക്കെയുള്ളതൊരു സ്ത്രീൻ്റെ ഇറ്റ്സ് ഓൺലി എ വിമൻസ് വിഷ്. അതിനകത്ത് അഭിപ്രായം നീ ഇതിട് എന്ന് പറയാൻ ഒരു അഭിപ്രായം പറയാം, പക്ഷേ അത് അടിച്ചേൽപ്പിക്കാൻ ആർക്കും അധികാരമില്ല. പണ്ട് പക്ഷേ നമുക്കത് അത്രയും അറിയില്ലായിരുന്നു, നമ്മൾ തിരിച്ച് പറഞ്ഞിട്ടില്ല ഇതാണ് എൻ്റെ ഇഷ്ടം, എനിക്കിത് വേണമെന്ന്. പക്ഷെ ഇപ്പോഴത്തെ സ്ത്രീകൾ പറയാൻ തുടങ്ങിയിട്ടുണ്ട്, എൻ്റെ ഇഷ്ടം ഇതാണ്, എനിക്കിത് വേണം. ഇപ്പോൾ ഒരു സ്ത്രീൻ്റെ കയ്യോ കക്ഷോ അവരുടെ ക്ലവേജോ അല്ലെങ്കിൽ വയറോ കണ്ടിട്ട് ഒരു പുരുഷൻ അവരെ ആക്രമിക്കണമെന്ന് തോന്നിയാൽ അവിടെ അത് സ്ത്രീൻ്റെ പ്രശ്നമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ കുഞ്ഞിലെ മുതലേ അതാണ് ഇപ്പം നമ്മൾ പറയുന്നത്, സെക്സ് എഡ്യൂക്കേഷൻ എല്ലാ സ്കൂളിലും കൊണ്ടുവരണം. കാരണം ബാഡ് ടച്ച് എന്താണ്, ഗുഡ് ടച്ച് എന്താണ് എന്നുള്ളത് കുട്ടികൾ അറിയണം. കൺസെൻറ്റ് എന്താണ് എന്നുള്ളത് കുട്ടികൾ അറിയണം. കുഞ്ഞായിരിക്കുമ്പോഴേ അവരുടെ കുട്ടിക്കാലത്തെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുക, പെൺകുട്ടികളോട് മോളെ നിൻ്റെ അനുവാദമില്ലാതെ നിൻ്റെ ദേഹത്ത് ആരും തൊടാൻ പാടില്ല എന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. ആൺകുട്ടികളാണെങ്കിൽ കൺസെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മോനെ. നാളെ നീ ഒരു കുഞ്ഞിനെ ഡേറ്റ് ചെയ്യുമ്പോൾ, ഒരു പെണ്ണിനെ ഡേറ്റ് ചെയ്യുമ്പോൾ അവളുടെ അനുവാദമില്ലാതെ അവളുടെ ബോഡിയിൽ തൊടാൻ പാടില്ല എന്ന് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കണം. സോ ഐ ആം ഫോർ സെക്സ് എഡ്യൂക്കേഷൻ. അതിനെ എതിർക്കുന്ന ആൾക്കാരുണ്ട്, എന്തിനാണ് കുട്ടികൾക്ക് സ്കൂളിൽ സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കുന്നതെന്ന് ചോദിക്കാറുണ്ട്. ബട്ട് അതൊരു സൊസൈറ്റിയുടെ ഡെവലപ്മെൻറ്റിന് നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ പ്ലീസ് ഡോണ്ട് സേ ഈ ഒരു ടൈമിലെങ്കിലും നമ്മൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാറ്റണം. സ്ത്രീകളുടെ വസ്ത്രം കാരണമാണ് അവർക്ക് ഇപ്പോൾ ഒരു കുട്ടീനെ ഒരാൾ റേപ്പ് ചെയ്താൽ അല്ലെങ്കിൽ ഉപദ്രവിച്ചാൽ അവൾ എന്താ ഇട്ടിരുന്നത് എന്ന് നോക്കുക അല്ലെങ്കിൽ ചോദിക്കുകയല്ല വേണ്ടത്. ടു ബി വെരി ഫ്രാങ്ക്, ആസ് എ വിമൻ അപ്പം തന്നെ പ്രതികരിക്കുക, പറ്റുവാണെങ്കിൽ 2 പൊട്ടിക്കുക. ബിക്കോസ് ഇതിൻ്റെ പുറയിൽ ഇപ്പോൾ കേസായി അതിൻ്റെ പുറയിലൊക്കെ നടക്കുന്നതിനെക്കാട്ടി നല്ലത് അവിടെ വെച്ചങ്ങ് പറഞ്ഞോ, അല്ലെങ്കിൽ നമ്മുടെ ബോഡി നമ്മുടെ പ്രൈവസിയാണ്, റൈറ്റ്, നമ്മുടെ അസറ്റാണ് ടു ഓൾ ദി വിമൻ. സോ ഐ ആം എ പേഴ്സൺ ഹൂ ബിലീവ്സ് ദാറ്റ് സംബഡി, നമ്മൾ പറയില്ലേ നമ്മുടെ മൂക്കിൻ്റെ അത്രയും പോലും ഇല്ല, അതിൻ്റെ അപ്പുറത്ത് നിൽക്കണമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. എനിക്കൊന്ന് പാർവതി തിരുവോത്തൊരിക്കൽ പറഞ്ഞു, നിങ്ങളുടെ സ്വാതന്ത്ര്യം തീരുന്നത് എൻ്റെ മൂക്കിൻ്റെ അറ്റത്താണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തേക്ക് വരരുത്. ഞാൻ അതിനേക്കാൾ അപ്പുറം പറയും. ഒരു സർക്കിൾ വരച്ചിട്ടുണ്ട്, അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു പുരുഷന് എൻ്റെ സർക്കിളിലേക്ക് വരണമെങ്കിൽ എൻ്റെ അനുവാദം വേണം. അപ്പോൾ കൺസെൻറ്റ് ഇപ്പോഴത്തെ ആൺകുട്ടികൾക്ക് അറിയാം കൺസെൻറ്റ് എന്താണ് എന്ന് എനിക്ക് തോന്നുന്നു, ഇപ്പോഴത്തെ ഈ ജെൻസി പിള്ളേർക്കും നമ്മുടെ ഏജിലുള്ള ആൾക്കാർക്കും ഒക്കെ. ബട്ട് പണ്ട് ആ ഒരു സിറ്റുവേഷൻ ആയിരുന്നില്ല. എനിക്ക് തോന്നുന്നു ആ പണ്ടത്തെ ഒരു എറയിൽ നിന്ന് അവർക്ക് ബസ് കിട്ടിയിട്ടില്ല. സോ പ്ലീസ് ഡോണ്ട് സേ ക്ലോത്തിങ് കാരണമാണ്. കാരണം എത്രയോ സ്ത്രീകൾ 1 in 3 women they experience some sort of physical or sexual assault before their death. ഒരു സ്ത്രീയുടെ മരണത്തിന് മുന്നേ 3-ൽ 1 സ്ത്രീക്ക് ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു ഫിസിക്കൽ അല്ലെങ്കിൽ സെക്ഷൽ അസോൾട്ട് നേരിടാറുണ്ട് എന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഓക്കെ, സോ അത്രയും വൾനറബിൾ ആയിട്ടുള്ള ഒരു സൊസൈറ്റിയാണ് നമ്മുടെ ഇന്ത്യ, കേരളം മാത്രമല്ല, ഓൾ ഓവർ ദ വേൾഡ് ഇതൊക്കെ തന്നെയാണ്. സോ പ്ലീസ് ഡോണ്ട് ആസ്ക് വാട്ട് ഷീ വോർ. ആൻഡ് അനദർ തിങ് ഇസ്, നമ്മൾ ആ ഒരു ചോദ്യം ചോദിക്കുന്നതിനേക്കാൾ നല്ലത്
നമുക്ക് എന്ത് സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചിന്തിക്കുന്നതാണ്. ഇപ്പം നൈറ്റിൽ സ്ത്രീകൾ എന്തിനാ പുറത്തിറങ്ങുന്നത് എന്ന് ആ ഡൽഹി കേസിൽ കുട്ടീനെ ഉപദ്രവിച്ച് വേദനിപ്പിച്ചപ്പോൾ കുറേ ആൾക്കാർ ചോദിച്ച കാര്യമാണ് സൈബറിൽ, എന്തിനാണ് ഈ രാത്രിയൊക്കെ വെച്ച് പുറത്തിറങ്ങിയതെന്ന്. എന്തേ അങ്ങനെ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും വ്യത്യാസമുണ്ടോ? ഈ ഇന്ന സമയത്ത് പെണ്ണുങ്ങളെ തിരിച്ചു കയറണം എന്നൊക്കെ എനിക്കറിയില്ല. ബട്ട് സി ടു ബി വെരി സേഫ്, സത്യം പറയുമല്ലോ, ആസ് എ മദർ ഞാനായാലും കുഞ്ഞിനെ അവളൊന്ന് വളർന്നു കഴിഞ്ഞാൽ ഒത്തിരി ലേറ്റായിട്ട് ഞാനായാലും ചിലപ്പോൾ വിടത്തില്ല. ബട്ട് ഐ സ്റ്റിൽ പോകേണ്ടവർ പോട്ടെ. ബിക്കോസ് ഞാൻ വിടാത്തത് വേറെ ഒന്നുമല്ല, ഞാൻ ഐ ഡോണ്ട് ബിലീവ് ഇൻ സൊസൈറ്റി. എനിക്ക് ഈ സൊസൈറ്റി പേടിയാണ്. അത്ര കേസസ് ആണ് നമ്മൾ കാണുന്നത്. മിനിഞ്ഞാന്ന് തന്നെ ഒരു ഓൾഡ് ഏജ് ഹോമിൽ സ്ത്രീകൾക്ക് അവിടെ നിന്നിരുന്ന സ്ത്രീകൾക്കെതിരെ ലൈംഗിക അതിക്രമം അവിടുത്തെ മേൽനോട്ടക്കാരൻ ചെയ്തു എന്നുള്ള രീതിയിൽ ന്യൂസ് വന്നു. അപ്പോൾ ആ സ്ത്രീകൾ 70s ആയിരിക്കും അവരുടെ പ്രായം. അപ്പോൾ അവരെന്ത് കാണിച്ചിട്ടാണ്, അവരുടെ വസ്ത്രത്തിൽ എന്ത് എക്സ്പോസിങ് ആയിരുന്നു ഉള്ളത് അയാൾക്ക് അവരെ ഉപദ്രവിക്കാൻ തോന്നിയത്? ഇറ്റ് ഈസ് ഓൾ അബൌട്ട് ദ മൈൻഡ് സെറ്റ്. അറ്റ്ലീസ്റ്റ് ഇപ്പോൾ പൊസിഷനിലിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ, അറ്റ്ലീസ്റ്റ് യു ഡോണ്ട് ആസ്ക് ദ വിമൻ വാട്ട് വേ യു വെയറിങ്. ഇപ്പോൾ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് അവൾ എന്താ ധരിച്ചിരുന്നത് എന്ന് ചോദിക്കാൻ വളരെ എളുപ്പമാണ്. ബട്ട് ഐ ജസ്റ്റ് ഹോപ്പ് ദാറ്റ് പീപ്പിൾ ഇൻ പവർ ഡോണ്ട് ആസ്ക് ദാറ്റ് ക്വസ്റ്റ്യൻ ടു എ വിമൻ who has gone through pain or harassment. ബിക്കോസ് ആ ഹരാസ്മെൻറ്റ് നേരിടുന്നതിനേക്കാൾ അവൾക്ക് ബുദ്ധിമുട്ടാണ് ഇങ്ങനെ ഒരു ചോദ്യം കേൾക്കുന്നത്. നീ എന്തിനാ ആ സമയത്ത് പുറത്തു പോയി? നീ എന്തിന് ഇങ്ങനത്തെ ഡ്രസ്സ് ധരിച്ചു? സോ ഇറ്റ് ഈസ് നോട്ട് എ വിമൻസ് മിസ്റ്റേക്ക്. സി കൺസെൻറ്റ്, അവളുടെ ഒരു സ്ത്രീൻ്റെ അനുവാദമില്ലാതെ ഒരാളും അവളുടെ ദേഹത്ത് തൊടാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. എനിക്ക് എന്താ ദീപ ഈശ്വര, ഷീ ഈസ് എ വെരി ബ്യൂട്ടിഫുൾ ലേഡി. അവർ നന്നായി സംസാരിക്കുന്ന ഒരു സ്ത്രീയാണ്. എൻ്റെ മമ്മിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരെ. പക്ഷെ അവർ പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ വളരെ ഒരു സ്ത്രീ എന്ന രീതിയിൽ നമുക്കത് കേട്ടിട്ട് എന്ന് കേട്ടിരിക്കാൻ പറ്റത്തില്ല. സോ ഐ ജസ്റ്റ് വാണ്ടഡ് ടു സേ ദാറ്റ് എ നോ ഇസ് എ നോ, റൈറ്റ്?